നമ്മുടെ ഇടുക്കിയിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മഹത്വചനം CPM നേതാവ് പറഞ്ഞിരുന്നു, പോകുമ്പോൾ അവസാനത്തെ ആളും പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോകണം എന്നുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ കറണ്ട് ചാർജ് കൂടി കൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ മഹത്വചനം എൻ്റെ CPM സുഹൃത്തിനെ ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനത്തെ ആൾ പോകുമ്പോൾ ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളത്. നോക്കൂ വേണു, പിണറായി വിജയൻ്റെ സാമ്പത്തിക താല്പര്യം അങ്ങ് കേന്ദ്രം മുതൽ താഴത്ത് ബ്രാഞ്ച് വരെ എത്തിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോരാട്ടം, CPM-നകത്ത് നടക്കുന്ന പോരാട്ടം പിണറായിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള പോരാട്ടമാണ്. പിണറായിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു പാർട്ടി ഇത്രമാത്രം സാമ്പത്തിക താല്പര്യത്തിൽ അകപ്പെട്ടുകൊണ്ട് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെയും അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണിത്. ഭൂരിപക്ഷ തീരുമാനത്തിനപ്പുറം പാർട്ടിയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഉദയംപേരൂർ പഞ്ചായത്തിലാണ് 73 CPM പ്രവർത്തകർ CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത് ഈ ഒക്ടോബർ 11-ാം തീയതിയാണ്. അവർക്കെന്തായിരുന്നു പ്രശ്നം? ഉദയംപേരൂരിലെ CPM നേതൃത്വത്തിൻ്റെ സാമ്പത്തിക താല്പര്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ മാറ്റി നിർത്തി ഇന്ന് മണ്ണു മാഫിയയുടെയും മറ്റ് നമുക്ക് ഈ മധു മുല്ലശ്ശേരി സന്ദീപ് വാര്യരിലേക്ക് വന്നാൽ, അല്ല ഒരു സെക്കൻഡ്, സന്ദീപ് വാര്യർക്ക് ഒരു കസേര നഷ്ടമാകുന്നു, അതേപ്പറ്റി സന്ദീപ് വിലപിക്കുന്നു, പിന്നെ കസേര ഉറപ്പാക്കാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്കെതിരെയും ഒരു വിമർശനം സാധ്യമല്ലേ? എന്ന് മാത്രമല്ല, അതിലുള്ള നിങ്ങളുടെ ആസൂത്രണ മികവിനെ പറ്റി വലിയ വായ്ത്താരി തന്നെ ഉണ്ടായല്ലോ, മാധ്യമങ്ങളടക്കം പറയുകയുണ്ടായല്ലോ. അത് എത്രമാത്രം ഒരു സീക്രട്ട് മിഷൻ ആയിരുന്നു. കോയമ്പത്തൂരിൽ രഹസ്യ ചർച്ച, ഇവിടെ ഒരു തരത്തിലും ഇതൊന്നും ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത, ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ പോലും നിങ്ങൾ പുലർത്താത്ത അത്രയും സൂക്ഷ്മതയും ജാഗ്രതയും നിങ്ങൾ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് കാട്ടുകയുണ്ടായി. എന്ന് മാത്രമല്ല, ആവർത്തിച്ചാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്ദീപിനെ മുൻനിരയിൽ തന്നെ നിർത്തുമെന്ന്. അപ്പൊ കസേര പോയ സന്ദീപിന് മുൻനിര നിങ്ങൾ ഉറപ്പാക്കുന്നു, അതിനുള്ള എല്ലാ തരത്തിലുള്ള രഹസ്യ ചർച്ചകളും നിങ്ങൾ നടത്തുന്നു. അതുപോലെ കസേര പോയി എന്നറിയുമ്പോൾ മധു മുല്ലശ്ശേരിയും പോകുന്നു, BJPയും അതൊരു അവസരമാക്കി എടുക്കുന്നു. ഇതിൽ നൈതികതയുടെ അംശം എവിടെയാണ്? അല്ല, നൈതികത ഇന്ന് പാർട്ടികൾ മാറുന്നത് ഇന്ന് സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ നൈതികത, കോൺഗ്രസിൻ്റെ നൈതികത BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മതേതര മനസ്സതാണല്ലോ. BJP ഒരു കാരണവശാലും ഈ മണ്ണിൽ ശക്തിപ്പെടരുത് എന്നുള്ള കേരളത്തിന്റെ മതേതര മനസ്സാണല്ലോ. പാലക്കാട് പോലും നഗരത്തിനകത്ത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടൊരു ജാഗ്രത ഉണ്ടായില്ല? അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അന്ന് BJPയിലെ യുവാക്കൾക്ക് വലിയ പ്രചോദനമായിരുന്ന, വലിയ ആവേശമായ ഒരു നേതാവ് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക്, BJPയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അയാളെ മതേതര ചേരിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എന്തിനാ അതിനെ രാഷ്ട്രീയ BJPക്ക് ഒരാൾ കുറയുമ്പോൾ സങ്കടപ്പെടുന്നത് CPM-ആണ്, BJPക്കുമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നീക്കത്തിന്റെ മതേതര രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുക എന്ന നിലപാടിന്റെ സാധുതയെ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അനിൽ ആന്റണിയെ അവിടെ പിടിച്ചു നിർത്തുന്നതിൽ ആ ജാഗ്രത നിങ്ങൾക്ക് പുലർത്താൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് പത്മജയുടെ പോക്ക് നിങ്ങൾക്ക് തടയാൻ കഴിയാതെ പോയി? അല്ല, അനിൽ ആന്റണിയുടെയും പത്മജയുടെ കാര്യത്തിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ആ ജാഗ്രത ഉണ്ടായിരുന്നില്ല എന്നുള്ള നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അനിൽ ആന്റണിയും പത്മജയും വെറും 2 വ്യക്തികൾ മാത്രമായിരുന്നു, പാർട്ടിയുടെ ഭാരവാഹികളാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പോയപ്പോൾ ഡ്രൈവർ പോലും ചിലപ്പോൾ വഴിയിൽ നിർത്തി ഇറക്കി വിട്ടിട്ടുണ്ടോ, നിങ്ങൾ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്.